ഹായ് ഹലോ നമസ്കാരം പ്രിയപ്പെട്ട ദൂരദർശൻ പ്രേക്ഷകർക്ക് നിങ്ങളുടെ പ്രിയ പ്രോഗ്രാമായ കൂട്ടിനൊരു പാട്ടിലേക്ക് നിറഞ്ഞ സന്തോഷത്തോടെ സ്വാഗതം. ഞങ്ങളുടെ പ്രേക്ഷകരെല്ലാം സുഖത്തോടെ സൗഖ്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. സംഗീത സാന്ദ്രമായ ഒരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. 100 കലാകാരന്മാരെയാണ് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അക്കൂട്ടത്തിൽ സംഗീതത്തിൽ എന്തെങ്കിലും ആകണമെന്ന് ആഗ്രഹിക്കുന്ന, സംഗീതത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു കൊച്ചു കലാകാരിയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. തിരുവനന്തപുരം സ്വദേശിനിയാണ് ദിവ്യ സുരേഷ്. നമസ്കാരം. അപ്പോൾ ദിവ്യയോടത്ത് സംസാരിക്കണ്ടേ? കുറേ നേരം പാട്ടും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ കൂടാൻ എന്താ ചെയ്യേണ്ടത്? സ്ക്രീനിലെ നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കൂ. അപ്പോൾ കോള് കണക്റ്റ് ആകുമ്പോൾ ടിവിയുടെ വോളിയം കുറച്ച് വെക്കുന്ന കാര്യം മറക്കരുത്. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഫോളോ ചെയ്യുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കാനും ശ്രമിക്കൂ. ദിവ്യ, ടെൻഷനൊന്നുമില്ലല്ലോ? ഇല്ല, നല്ല ചിരിയാണ് കേട്ടോ. അപ്പോൾ ആ ചിരിയോടുകൂടി ഈ എപ്പിസോഡ് മൊത്തം അങ്ങോട്ട് ഇരിക്കും. ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ആദ്യം ഏത് പാട്ടാണ് പാടിത്തരുന്നത്? എത്രയോ ജന്മമായി. എത്രയോ ജന്മമായി, നല്ല പാട്ടാണ്. അപ്പോൾ ഈ മനോഹരമായ ചിരിയോടുകൂടി സന്തോഷത്തോട് പാടും. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ. ദൂരതീരങ്ങളും മോഹതാരങ്ങളും സാക്ഷികൾ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, കാറ്റോടു മേഘം മെല്ലെ ചൊല്ലി സ്നേഹാർദ്രമേതോ സ്വകാര്യം. മായുന്ന സന്ധ്യേ നിന്നെ തേടി ഈറന്നിലാവിൻ പരാഗം. എന്നെന്നും ഈ മടിയിലെ പൈതലായി നീ മൂളും പാട്ടിലെ പ്രണയമായി നിന്നെയും കാത്തു ഞാൻ നിൽക്കവേ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ. പൂവിൻ്റെ നെഞ്ചിൽ തെന്നൽ മെയ്യും പൂർണേന്ദു പെയ്യും വസന്തം. മെയ് മാസരാവിൽ പൂക്കും മുല്ലേ നീ തന്നു തീരാ സുഗന്ധം. ഈ മഞ്ഞും എന്നിഴിയിലെ മൗനവും എൻ മാറിൽ നിറയുമീ മോഹവും നിത്യമാം സ്നേഹമായി തന്നു ഞാൻ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ. ദൂരതീരങ്ങളും മോഹതാരങ്ങളും സാക്ഷികൾ. ശരി, ഞങ്ങളെ ഇത്ര മനോഹരമായി അഭിനയിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ റെജി. ഹായ് റെജി. ഓളെ നന്നായിട്ട് പാടി. നീ വിശേഷങ്ങളിലേക്ക് പോകാം. ട്രിവാൻഡ്രം സ്വദേശിനിയാണെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അമ്മ, ഞാൻ, ചേച്ചി. ചേച്ചി എന്ത് ചെയ്യുന്നു? ഞാൻ പഠിക്കുകയാണോ? ഞാൻ കൊച്ചുകുട്ടിന്നൊക്കെ പറഞ്ഞു. ഞാനിവിടെ IT കഴിഞ്ഞിട്ട് ഇപ്പോൾ പാട്ടിൻ്റെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്യുന്നു. അപ്പം മ്യൂസിക്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങളുടെ അകമഴിഞ്ഞ പ്രോത്സാഹനം ഈ കുഞ്ഞു കലാകാരി ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? അതെ. അപ്പോൾ ആരാണ് പാട്ട് പഠിപ്പിക്കുന്നത്?
പാട്ട് പഠിപ്പിക്കുന്ന രഞ്ജിനി സുധീരൻ. രഞ്ജിനി സുധീരൻ ഇവിടെ നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടാണ്, സംഗീത സംവിധായികയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളത് ലൈറ്റ് സോങ്സുകളാണോ ക്ലാസിക്കൽ സോങ്സാണോ? ക്ലാസിക്കൽ സോങ്സാണ് എനിക്കിഷ്ടം. ഏറ്റവും ഇഷ്ടം ക്ലാസിക്കൽ പാടാനാണ്. ഇപ്പോൾ സംഗീതത്തിൽ ഏതുവരെ ആയി? കീർത്തനമൊക്കെ ആയോ? ഇല്ല, ഗീതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഗീതം തുടങ്ങിയിട്ടേ ഉള്ളൂ? അയ്യോ, പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ മറ്റൊരു മനോഹരമായ ഗാനത്തിലേക്ക് കിടക്കാം. ഏത് പാട്ടാണ് പാടിത്തിരുന്നത്? എന്നോടെന്തിനീ പിണക്കം. എന്നോടെന്തിനീ പിണക്കം. ഈ പാട്ടുകൾ ആരൊക്കെയാണ് സെലക്ട് ചെയ്തത്? ഞാൻ തന്നെയാണ്. ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്തത്. ഓക്കെ, പഠിക്കാം. സി. എന്നോടെന്തിനീ പിണക്കം, ഇന്നും എന്തിനാണെന്നോടു പരിഭവം. എന്നോടെന്തിനീ പിണക്കം, ഇന്നും എന്തിനാണെന്നോടു പരിഭവം. ഒരുപാടു നാളായി കാത്തിരുന്നു, നീ ഒരു നോക്കു കാണാൻ വന്നില്ല. ചന്ദനത്തെന്നലും പൂനിലാവും എൻ്റെ കരളിൻ്റെ നൊമ്പരം ചൊല്ലിയില്ലേ. എന്നോടെന്തിനീ പിണക്കം, ഇന്നും എന്തിനാണെന്നോടു പരിഭവം. മൈ കണ്ണെഴുതിയൊരുങ്ങി, ഇന്നും വാൽ കണ്ണാടി നോക്കി. കസ്തൂരി മഞ്ഞൾ കുറി വരച്ചു, കണ്ണിൽ കാർത്തിക ദീപം കൊളുത്തി. പൊൻകിനാവിന്നൂഞ്ഞാലിൽ എന്തേ നീ മാത്രമാടാൻ വന്നില്ല. എന്നോടെന്തിനീ പിണക്കം, ഇന്നും എന്തിനാണെന്നോടു പരിഭവം. മനോഹരമായ പാട്ടാണ്. ഭാവന ടീച്ചറാണ് ഇത് പാടിയത്, അറിയാമോ? ഭാവന ടീച്ചറിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടുകൂടിയാണ്. എനിവേ, നന്നായിട്ട് പാടി. നമുക്കൊരു കോളറുണ്ട്. ഹായ്, നമസ്കാരം. കൂട്ടുന്നൊരു പാട്ടിലേക്ക് സ്വാഗതം. നമസ്കാരം അനീഷ്, എന്തുണ്ട് വിശേഷം? തലശ്ശേരിയിൽ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഓ, സുഖമായിട്ടിരിക്കുന്നു. ശരി, ഞങ്ങളുടെ ഗസ്റ്റിനെ പരിചയപ്പെട്ടുള്ളൂ. ദിവ്യ. ദിവ്യ ട്രിവാൻഡ്രംകാരിയാണ്. പറഞ്ഞു ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്? ഹലോ. പിന്നെ എനിക്ക് മാഡം ഒരു കുറച്ചു പഴയ ഒരു പാട്ടാണ്, പഴയതല്ല, കുറച്ച് കേട്ടുള്ളത്. പിന്നെ അനീഷ് നന്നായിട്ട് പാടി ഇല്ലേ? രണ്ടുപേരെയാണെങ്കിലും നന്നായി പാടി. അപ്പോൾ നമ്മുടെ കുട്ടിയോട് ചോദിച്ചു നോക്കട്ടെ, ഈ പാട്ട് അറിയാമോ എന്ന്. പാടി തുടങ്ങിയ ഒരു കലാകാരിയാണ്. അപ്പോൾ എല്ലാ പാട്ടുകളൊക്കെ അറിയാമോ എന്ന് എനിക്കൊരു ടെൻഷനുണ്ട് ചോദിക്കാൻ. അറിയാമോ ഈ പാട്ട്? കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? കേട്ടിട്ടൊക്കെ ഉണ്ട്, എനിക്ക് പാടാനായിട്ട് ലിറിക്സ് പ്രശ്നമുണ്ട്. എനിവേ, നല്ലൊരു പാട്ട് അനീഷിന് പാടിത്തരാൻ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇത് പാട്ടാണ് പാടിക്കൊടുക്കുന്നത്. അപ്പോൾ അനീഷ് ഏട്ടന് പ്രത്യേകമായിട്ട് ഈ പാട്ട് പാടിക്കൊടുക്കുമെന്ന് പറഞ്ഞേ. അനീഷേട്ടന് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തു പാട്ട്. ഓക്കെ. നാദങ്ങളായി നീ വരൂ, രാഗങ്ങളായി നീ തരൂ, പ്രിയകരമൊരു നവഗീതം വിരിയണമതിലയഭാവം. പ്രിയകരമൊരു നവഗീതം വിരിയണമതിലയഭാവം. നാദങ്ങളായി നീ വരൂ, രാഗങ്ങളായി തേൻ തരൂ, മധുര മധുര സ്വര നിരകൾ നിറയുമക തളിരിൽ വിളയുമൊരു താളം. ലളിത സരള പദമൊഴുകി വഴിയുമൊരു പുതിയ കവിതയുടെ ഈണം. ഗർഭ
പനി സരി സരി ഗരി ഗ പനി സ രി സനി രി സനി പഗ പനി സനി പനി പഗ പഗ രി ഗരി സനി സ മധുര മധുര സ്വര നിരകൾ നിറയുമക തളിരിൽ വിളയുമൊരു താളം ലളിത സരള പദമൊഴുകി വഴിയും ഒരു പുതിയ കവിതയുടെ ഈണം മോഹം പുളകതര മോദം മോഹം പുളകതര മോദം നാദങ്ങളായി നീ വരൂ രാഗങ്ങളായി തേൻ തരൂ. അപ്പം കോൾ ഉണ്ട് കേട്ടോ. ഹായ്, നമസ്കാരം. കൂട്ടിനൊരു പാട്ടിലേക്ക് സ്വാഗതം. താങ്ക് യു. ഹലോ, അരവിന്ദ്. അതെ അതെ, അരവിന്ദാണ്. നമ്മുടെ നാട്ടുകാരനാണ് അല്ലേ? തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. അതെ അതെ. അരവിന്ദ് എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മുടെ നാട്ടുകാരി തന്നെയാണ് ഇന്നത്തെ കൂട്ടുകാരി. പരിചയപ്പെട്ടുള്ളൂ. ദിവ്യ. ഹായ് ദിവ്യ. ഹായ്. സംസാരിക്കൂ ദിവ്യ, ചോദിക്കൂ. ഹായ്. ഹായ് ദിവ്യ. ഹായ്. പറയുന്ന ആളാണോ? ഞാൻ വട്ടിയൂർക്കാവ് തന്നെയാണോ? ആ, ഞാൻ വട്ടിയൂർക്കാവാണ്. ഓ ഓക്കെ ഓക്കെ ഓക്കെ. മറ്റേ ആകാശവാണിയിൽ പാടിയിട്ടുണ്ടായിരുന്നോ? ആകാശവാണിയിലോ? ആ, ഉണ്ടായിരുന്നു. ഒരു കവിത പാടിയിട്ടുണ്ടായിരുന്നു. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ വിളിച്ചത്, എനിക്ക് മലയാളത്തിലെയോ തമിഴിലെയോ ഏതെങ്കിലും ഒരു മെലഡി സോങ് ഒരു രണ്ടുപേര് പാടും. ഏത് പാട്ടാണ്? ഏതെങ്കിലും ഒരു പാട്ട് പറയാം. ഇല്ല, അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയാനില്ല. ഒന്നുമില്ല, ഏതെങ്കിലും ഒരു പാട്ട് മതി. അതല്ലേ സന്തോഷം. ഞാൻ ആലോചിച്ചിരിക്കും. അപ്പൊ അരവിന്ദ്, താങ്ക് യു കേട്ടോ. അങ്ങനെ തന്നെ ചോദിക്കൂ. ഇനിയുള്ളവരും അങ്ങനെ തന്നെ ചോദിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. എനിവേ, താങ്ക് യു സോ മച്ച്. അരവിന്ദിനെ അറിയാമോ? ഇല്ല. ഓക്കെ. അപ്പൊ അരവിന്ദ് ഏതെങ്കിലും ഒരു നല്ല പാട്ട് പാടിക്കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് പാട്ടാണ്? ഇഷ്ടമുള്ള പാട്ട് പാടിക്കോ. നീ ഹിമമഴയായി. ഏതാണ്? നീ ഹിമമഴയായി. ഓക്കെ. സി. ഹിമമഴയായി വരൂ പ്രണയം അണിവിരലാൽ തൊടൂ ഈ നിരീണയിൽ സദാ പ്രണയം മഷിയെഴുതുന്നിതാ ശിലയായി നിന്നിടാം നിന്നെ നോക്കി യുഗമേറെ എൻ്റെ കൺ ചിമ്മിടാതെ എൻ ജീവനേ അകമേ വാനവെള്ളിനേഴുവർണ്ണമായി നിറമേ പൂവിടുന്നു നിൻ മുഖം അകലെ മാഞ്ഞിടാതെ ചേർന്നിതെങ്ങനെ എൻ ജീവനേ. എൻ ഉയിരിനെ അനുദിനം നിഴലുപോൽ പിന്തുടരുവാൻ ഞാൻ അലഞ്ഞിടുമേ എൻ വെയിലിനും മുകിലിനും വലിയുവാൻ നിൻ മനമിതാ വെണ്ണിലാവാനുമായി ഒരേ വഴിയിലേറാവോളം ഒഴുകിനാം കെടാതിരിയണേ നമ്മളിൽ നിന്നും നീ ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടൂ. പുതിയ പാട്ടുകളൊക്കെ അറിയാല്ലേ? അറിയാം. ഏറ്റവും ഇഷ്ടമുള്ള ഗായകൻ ആരാണ്? എനിക്ക് അങ്ങനെയല്ല, പി ജയചന്ദ്രൻ്റെ പാട്ടുകളൊക്കെ ഞാൻ പാടും. ഓ, പുതിയ പാട്ടുകളൊക്കെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു പുതിയ തലമുറയിൽപ്പെട്ട ആരെങ്കിലും. പി ജയചന്ദ്രനെയാണ് ഏറ്റവും ഇഷ്ടം. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? ആരാരും കാണാതെ. ആരാരും കാണാതെ. ഓക്കെ, നല്ല പാട്ടാണ്. ഗായിക, നീ ഗായിക ചോദിക്കട്ടെ, ഗായിക ആരാണ് ഏറ്റവും ഇഷ്ടമുള്ള ഗായിക?
ഗായിക അങ്ങനെയൊന്നുമല്ല, ഞാൻ എല്ലാവരുടെയും പാട്ട് എനിക്ക് കേൾക്കാം. എല്ലാവരുടെയും പാട്ട് ഇഷ്ടമാണ് അല്ലേ? ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഉത്തരമാണ്. എന്നാലും ഏറ്റവും കൂടുതൽ പാടി പഠിക്കുന്നത് ആരുടെ പാട്ടുകളാണ്? സുജാത ചേച്ചിയുടെ പാട്ടുകളാണ്. അപ്പോൾ സുജാത ചേച്ചിയുടെ ആ ഒരു മോഡുലേഷനും ആ സ്റ്റൈലും ഒക്കെ ഉൾക്കൊള്ളാൻ നോക്കാറുണ്ടോ? പറ്റാറില്ല. പറ്റാറില്ല. നല്ല ഉത്തരമാണ് കേട്ടോ. സുജാത ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? അങ്ങനെ പറയാൻ വരമഞ്ഞൾ. എന്തെന്നറിയാം, ഈ സീറ്റിൽ ഇരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് ഇത്രയും നാളായിട്ട് ഈ 100 കണക്കിന് സിംഗേഴ്സാണ് ഞങ്ങളുടെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്നത്. ഇവരോടെല്ലാം ഏകദേശം ഒരേപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ആർക്കും ഒന്നും തോന്നരുത്. അപ്പോൾ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവല്ലേ? ഏത് പാട്ടാണ്? വരമഞ്ഞൾ. സുജാതേച്ചിയുടെ പാട്ടാണ്. അതെ, സി വിദ്യാസാഗരൻ സുജാതേച്ചി കോമ്പിനേഷൻ. സൂപ്പർ പാട്ടാണ്, പഠിക്കാം. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി, നിമിനേരമെന്തിനോ തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി, പുലരിതൻ ചുംബന കുങ്കുമമല്ലേ ഋതുനന്ദിനിയാക്കി, അവളെ പനിനീർമലരാക്കി. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി, നിമിനേരമെന്തിനോ തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി, കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരേ, മൂടിയിഴ കോതിയ കാറ്റിൻ മൊഴിയിൽ മധുവായി മാറിയതാരേ, അവളുടെ കവിളിൽ തൊടുവിരലാലെ കവിതകളെഴുതിയതാരേ, കടിതയാക്കിയതാരേ, അവളെ പ്രണയിനിയാക്കിയതാരേ. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി, നിമിനേരമെന്തിനോ തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി. അപ്പോൾ ഇടയ്ക്കൊന്ന് വിക്കി എങ്കിലും സാരമില്ല, ചിരി കൊണ്ടത് കമൻസിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത നമുക്കൊരു വെറൈറ്റി പാട്ട് പാടിയാലോ? തമിഴ്, തെലുങ്ക്, ഹിന്ദി ഇതൊക്കെയുണ്ട്. ഏത് ചൂസ് ചെയ്യുന്നു? തമിഴ്. ശരി, നമുക്കൊരു കോൾ ഉണ്ട്, കോൾ എടുത്തിട്ട് പാടാം. ഓക്കെ. ഹായ്, നമസ്കാരം. കൂട്ടിനൊരു പാട്ടിലേക്ക് സ്വാഗതം. ഹലോ കനകലത ചേച്ചി, നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷമാണ്. ശബ്ദം കേൾക്കുമ്പോൾ ആ ഒരു നല്ല വിശേഷമാണെന്ന് മനസ്സിലായി. ഞങ്ങളുടെ പാട്ടുകാരി കുട്ടിയോട് സംസാരിച്ചോളൂ. ദിവ്യ. ഹലോ 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 ചേച്ചി കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടല്ലേ? നന്നായി പാടുന്നുണ്ട് കേട്ടോ. താങ്ക് യു. പെരിന്തൽമണ്ണക്കാരിയാണ്. അത് വിശേഷമൊക്കെ ചോദിച്ചോളൂ. എന്തൊക്കെ ഉണ്ട് വിശേഷം? എന്തോ നല്ല വിശേഷം. പറഞ്ഞു. ചായയൊക്കെ കുടിച്ചോ? അല്ല, ഈവനിങ് ആയില്ലേ? നേരത്തെ കുടിക്കണം. 3:30 കുടിക്കും. 3:30 കുടിക്കും. ആ, നമ്മൾ ചായയും കൂട്ടിനൊരു പാട്ടുമാണ് കോമ്പിനേഷൻ അല്ലേ? അതെ അതെ. പറഞ്ഞോളൂ ചേച്ചി, ഇന്ന് ഏതെങ്കിലും പാട്ട് ചോദിക്കുന്നുണ്ടോ? പിന്നെ ഹലോ. ആ ചേച്ചി പറയൂ. എനിക്ക് പാട്ടില്ലേ, അറിയോ? ഏത് പാട്ടാ ചേച്ചി? ക്ലിയർ ആയില്ല. എന്തായാലും ആ പാട്ട് ഞങ്ങളുടെ പാവം കുട്ടിക്ക് അറിയില്ല കേട്ടോ ചേച്ചി. പോപ്പുലറായ ഒരു പാട്ട് ചോദിക്കാമോ? അതൊന്നും
ഇനി വേറെ കുട്ടിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് ഇഷ്ടമുള്ള പാട്ട് പാടിക്കോ. അപ്പൊ പ്രത്യേകം നന്ദി പറയൂ കനകലത ചേച്ചി. താങ്ക് യു എന്ന് പറ. കനകലക്ക് എന്താ പേര്? ഓക്കെ. അപ്പൊ ചേച്ചി വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ചേച്ചിക്ക് നല്ലൊരു പാട്ട് പാടിത്തരാം. മോളെ നല്ലൊരു പാട്ട് പാടിക്കൊടുത്തേ. ചിന്ന ചിന്ന ആസൈ. ആ, ചിന്ന ചിന്ന ആസൈ. சின்ன சின்ன ஆசை, சிறகடிக்கும் ஆசை, முத்து முத்து ஆசை, முடிந்து வைத்த ஆசை, வெண்ணிலவை தொட்டு முத்தமிட ஆசை, என்ன இந்த பூமி சுற்றி வரும் ஆசை, சின்ன சின்ன ஆசை, சிறகடிக்கும் ஆசை, முத்து முத்து ஆசை, முடிந்து வைத்த ஆசை, மல்லிகை பூவாய் மாறிவிட ஆசை, தென்றலை கண்டு மாலையிட ஆசை, மேகங்களை எல்லாம் தொட்டுவிட ஆசை, சோகங்களை எல்லாம் விட்டுவிட ஆசை, கார்குழலில் உலகை கட்டிவிட ஆசை, சின்ன சின்ன ஆசை, சிறகடிக்கும் ஆசை, முத்து முத்து ஆசை, முடிந்து வைத்த ஆசை. ശരി. പാവം ഈ കുട്ടിയോട് ഇനി എന്താ ചോദിക്കുക? ഗീതം വരെ പഠിച്ചിട്ടുള്ളൂ. ഏത് ഗീതമാണ് പഠിച്ചേ? ഇപ്പം പഠിച്ചോണ്ടിരിക്കുന്നത് ശ്രീഗണനാഥ. ആദ്യത്തെ ഗീതം അതാണ് കേട്ടോ. അതാണ് പഠിച്ചോണ്ടിരിക്കുന്നത്. എന്തായാലും അത് പാടിക്കുന്നില്ല. വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട് പാട്ട് പാടുന്നത്? പാട്ട് പാടുന്ന എൻ്റെ ചേച്ചി പാടും. ചേച്ചി പാടും. ചേച്ചി എന്ത് ചെയ്യുന്നു? ചേച്ചി പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ? ചേച്ചി പാട്ടൊന്നും പഠിച്ചിട്ടില്ല. ചേച്ചി പാടും പക്ഷെ അല്ലേ? പാടും. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? ചേച്ചിക്ക് നമുക്കൊരു പാട്ട് പാടി കൊടുക്കണ്ടേ? അപ്പൊ ചേച്ചിയുടെയും അമ്മയുടെയൊക്കെ പേര് പറഞ്ഞോളൂ. എൻ്റെ ചേച്ചിയുടെ പേര് ദേവു സുരേഷ്, അമ്മ സന്ധ്യ. ആ, അവർക്കൊക്കെ ഒരു സന്തോഷമാവത്തില്ലേ? ആ, ദൂരദർശനിൽ കൂടെ അവരുടെ പേരൊക്കെ പറഞ്ഞ് അവർക്ക് വേണ്ടി ഒരു പാട്ടൊക്കെ ഡെഡിക്കേറ്റ് ചെയ്തേ. ഏത് പാട്ടാണ്? അടുത്ത പാട്ട് അവർക്ക് ഇഷ്ടമുള്ള പാട്ട്. അവർ വെറുതെ ഒക്കെ ഇരിക്കുമ്പോൾ പാടുന്ന പാട്ട് ഏതാ? വീട്ടിലിങ്ങനെ എല്ലാവരും കൂടെ കൂടിയിരിക്കുമ്പോഴൊക്കെ. അത് എൻ്റെ ചേച്ചിക്ക് ഇഷ്ടമുള്ള പാട്ട് മറ്റേ എൻ്റെ ഇന്നും വന്നില്ല. എൻ്റെ ഇന്നും വന്നില്ല. അനിയത്തിക്ക് ഇഷ്ടമുള്ള പാട്ടോ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. അങ്ങനൊന്നുമില്ല. നമുക്കൊരു കോളുണ്ട്. ഹായ്, നമസ്കാരം. കൂട്ടിനൊരു പാട്ടിലേക്ക് സ്വാഗതം. നമസ്കാരം ഷാജി. സരിത ചേച്ചി തന്നെയാണ്. എന്തുണ്ട് വിശേഷം? എന്താ കേട്ടില്ല? ഓ, അത് ശരി. ഷൂട്ടിങ്ങിലാണ്. അതിന്റെ ഇടയ്ക്കാ വിളിച്ചല്ലേ? അതിന് പ്രത്യേകം താങ്ക്സ്. ഇന്നൊരു ഗായികയാണ്. ദിവ്യ എന്നാണ് പേര്. സ്വദേശം തിരുവനന്തപുരമാണ്. അപ്പൊ ഇന്ന് ഏതെങ്കിലും പാട്ട് ചോദിക്കുന്നുണ്ടോ? പാട്ട് പാടിയൊക്കെ വരുന്നൊരു കുട്ടിയാണ്. ഒരുപാട് പാട്ടുകളൊന്നും അറിയില്ല. നല്ലൊരു പാട്ട്. അതെ, നമ്മുടെ ദിവ്യക്കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിത്തരാം കേട്ടോ. ഷാജിക്ക് പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യാം. ചിത്ര ചേച്ചിയുടെ ഒരു പാട്ട് കേട്ടോ. ഓക്കെ ഓക്കെ, നമുക്ക് പാടാം. ഏത് പാട്ടാണ്? ചിത്ര ചേച്ചിയുടെ ഒരു പാട്ട്. മലർകളയുണ്ട്, പിന്നെന്താണ്, മഞ്ഞൾ പ്രസാദം ഉണ്ട്. ഏത് പാട്ട് പാടുന്നു? മലർകളെ. മലർകളെ. ഓക്കെ. மலர்களே மலர்களே இது என்ன கனவா, மலைகளே மலைகளே இது என்ன நினைவா, உருகியதே எனதுள்ளம், பெருகியதே விழி வெள்ளம், விண்ணோடும் நீதா மண்ணோடும் நீதா கண்ணோடும் நீதா வா, மலர்களே மலர்களே இது என்ன கனவா, மலைகளே மலைகளே
நினைக்காத நேரம் இல்லை காதல் ரதியே ரதியே உன் பேரை சொன்னால் போதும் நின்று வழிவிடும் காதல் நதியே என் சுவாசம் உன் மூச்சில் உன் வார்த்தையின் பேச்சில் 5-6 நூற்றாண்டு வாழ்வோம் என் வாழ்வேவா மலர்களே மலர்களே இது என்ன கனவா மலைகளே மலைகளே இது என்ன நினைவா உருகியதே எனதுள்ளம் பெருகியதே விழி வெள்ளம் பின்னோடும் நீதா மண்ணோடும் நீதா கண்ணோடும் நீதா வா കൂട്ടിനൊരു പാട്ടിൽ ഇനിയൊരു ചെറിയ ബ്രേക്ക്. നാരദ, ഏറെ ദിനങ്ങളായി നിങ്ങൾ ലങ്കേശൻ രാവണന്റെ അരികിലാണല്ലോ. എപ്പോഴാണോ താങ്കളുടെ ജിജ്ഞാസ താങ്കളെ ഉത്കണ്ഠാകുലനാക്കുന്നത് അപ്പോൾ മാത്രമേ താങ്കൾ നമ്മെ തേടിയെത്തുന്നുള്ളൂ. നാരായണ നാരായണ. തദാസ്തു. താങ്കൾ ഏതൊരാളുടെ ശിരസിൽ കൈവയ്ക്കുന്നോ അയാൾ ഭസ്മക്കൂമ്പാരമായി മാറും. പക്ഷെ ഒന്നോർക്കുക, മൃത്യുവിന് സമീപമെത്തിയ വൃദ്ധരെ അവരുടെ കഷ്ടങ്ങളിൽ നിന്ന് മുക്തരാക്കാനേ നീ ഈ വരം ഉപയോഗപ്പെടുത്താവൂ. വീണ്ടും സ്വാഗതം. ദിവ്യകുട്ടി, എന്തോ നമ്മൾ ഹിന്ദി സോങ് ഒന്നും പാടിയില്ലല്ലോ. ഇല്ല. അപ്പോൾ നല്ലൊരു ഹിന്ദി സോങ് പാടിക്കുക. ഏതാ ഏറ്റവും ഇഷ്ടമുള്ള ഹിന്ദി ഗാനം? ഇന്ത്യനോ ദിൽ മേര. ഓക്കെ, അതാണോ പാടുന്നത്? ആ ഓക്കെ. ഇന്ത്യനോ ദിൽ മേര മുझसे कह रहा तो ख्वाब सजा तो जीने जरा है तुझे भी इजाज़त कर ले तू भी मोहब्बत है तुझे भी इजाज़त कर ले तू भी मोहब्बत बेरंग सी है बड़ी जिंदगी कुछ रंग तो भरो मैं अपनी तन्हाई के वास्ते अब कुछ तो करो बेरंग सी है बड़ी जिंदगी कुछ रंग तो भरो मैं अपनी तन्हाई के वास्ते अब कुछ तो करो जब मिले थोड़ी फुर्सत जब मिले थोड़ी फुर्सत खुद से कर ले मोहब्बत है तुझे भी इजाज़त कर ले तू भी मोहब्बत इन दिनों दिल मेरा मुझसे है कह रहा तो ख्वाब सजा तो जी ले जरा ഹിന്ദി സോങ് കൂടുതൽ വോയിസിന് സ്യൂട്ടാവുമെന്ന് തോന്നുന്നു കേട്ടിട്ട്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഹിന്ദി സോങ്സ് അങ്ങനെ പാടാറില്ല. പാടാറില്ലല്ലേ? ഇവിടെയാണോ പാടി ആദ്യമായിട്ട്? ഓക്കെ, അപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട് കേട്ടോ. ഹായ്, നമസ്കാരം. കൂട്ടിനൊരു പാട്ടിലേക്ക് സ്വാഗതം. ഹലോ ഹലോ ഹലോ, നമസ്കാരം സർ. ഹലോ ഹലോ, നമസ്കാരം. ഹലോ
ശ്യാംകുമാർ ഗൂഡല്ലൂര്. ആ നമസ്കാരം നമസ്കാരം. ഏത് പാട്ടാണ് വേണ്ടത്? ഗൂഡല്ലൂര്. ഹലോ ശ്യാംകുമാർ, കേൾക്കുന്നുണ്ടോ? ആ എനിക്ക് ചിത്രം പടത്തിൽ വന്ന ഈ ഇത് കേൾക്കുന്നുണ്ട്. അവിടെ ടി വിയുടെ വോളിയം കൂടുതലാണെന്ന് തോന്നുന്നു, അതാണല്ലേ? ഓക്കെ ഓക്കെ, ഏത് പാട്ടാ വേണ്ട? എനിക്ക് ഇതില് ചിത്രത്തിലെ പാടം പൂത്ത കാലം. പാടം പൂത്ത കാലം. ഓക്കെ ഓക്കെ ഓക്കെ. ആ പാട്ട് എന്തായാലും അറിയാൻ ചാൻസ് ഇല്ലല്ലേ? പാടം പൂത്ത കാലം. അറിയില്ലല്ലേ? അറിയില്ല. പിന്നെ ഏത് പാട്ടാണ് നമ്മൾ ശ്യാംകുമാറിന് പാടിക്കൊടുക്കുന്നത്? എന്തിനു വേറൊരു സൂര്യോദയം. എന്തിനു വേറൊരു സൂര്യോദയം. വളരെ മനോഹരമായ ഒരു ഗാനമാണ്. അപ്പോൾ അതുകൊണ്ട് ശ്യാംകുമാർ സന്തോഷിക്കുന്നു വിചാരിക്കുന്നു അല്ലേ? പകരം അതിനേക്കാളും മനോഹരമായൊരു പാട്ടല്ലേ പാടിക്കൊടുക്കുന്നത്? ശരി, പാടിക്കോളൂ. എന്തിനു വേറൊരു സൂര്യോദയം, നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ. എന്തിനു വേറൊരു മധുവസന്തം, ഇന്നു നീ എന്നരികിലല്ലേ. മലർവനിയിൽ വെറുതെ എന്തിനു വേറൊരു സൂര്യോദയം. നിന്റെ നോപുരമർമരം ഒന്നു കേൾക്കാനായി വന്നു ഞാൻ. നിന്റെ സാന്ത്വന വേളയിൽ രാഗലോലമായി ജീവിതം. നീ എന്തിനാനന്ദ നീരാമ്പലി, നീ എന്നുമണയാത്ത ദീപാഞ്ജലി. ഇനിയും ചിലം പണിയോ, എന്തിനു വേറൊരു സൂര്യോദയം, നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ. എന്തിനു വേറൊരു മധുവസന്തം, ഇന്നു നീ എന്നരികിലല്ലേ. മലർവനിയിൽ വെറുതെ എന്തിനു വേറൊരു മധുവസന്തം. ഇടയ്ക്ക് കൈവിട്ടു പോയെങ്കിലും നമ്മൾ തിരിച്ചു കൊണ്ടുവന്നല്ലേ? കുഴപ്പമില്ല, ഇതൊക്കെ നമ്മുടെ ലൈവ് സിംഗിങ്ങിലൊക്കെ സംഭവിക്കുന്നൊരു കാര്യമാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു സംഗീതമൊക്കെ പഠിച്ചു തുടങ്ങിയതേ ഉള്ളൂ. പക്ഷേ സംഗീതത്തിൽ എന്തെങ്കിലും ആകണമെന്ന് ആഗ്രഹിക്കുന്നു അല്ലേ? അതെന്താണ് ഈ വൈകിയ സമയത്താണോ തോന്നിയത് ഈ പാട്ടൊക്കെ പഠിക്കണമെന്ന്? അത് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഇപ്പം എന്തുകൊണ്ട് താല്പര്യം വന്ന്? എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അപ്പം അവൻ വഴിയാണ് ഞാൻ ഈ പാട്ട് പാടണം എന്നുള്ളൊരിതൊക്കെ വന്നിട്ട് എന്നെ ടീച്ചറിൻ്റെ അടുത്ത് കൊണ്ടുപോയത്. രഞ്ജിനി ടീച്ചറിൻ്റെ അടുത്ത്. ടീച്ചറാണ് എന്നെ ഇങ്ങനാക്കിയത്. അതെ, രഞ്ജിനി കേട്ട എന്ത് ടീച്ചറാണ് ഇങ്ങനെ ആക്കിയത്, ഈ വഴിക്ക് ആക്കിയതല്ലേ? അപ്പോൾ ഇനി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പാട്ടൊക്കെ പഠിക്കുക, കൂടുതൽ പാട്ടുകളൊക്കെ പഠിക്കണം കേട്ടോ. ഒരുപാട് പാട്ടുകൾ പഠിക്കും തോറും നമുക്ക് പല തരത്തിലുള്ള പാട്ടുകളൊക്കെ പെട്ടെന്ന് പഠിക്കാനുള്ളൊരു ലെസണാണ് പഴയ പാട്ടുകളൊക്കെ പഠിക്കുന്നത്. നീ ഏത് പാട്ടാണ് പാടിത്തരുന്നത്? നമുക്കൊരു കോളും കൂടെ ഉണ്ട്, കോൾ എടുത്തിട്ട് നമുക്ക് പാടാം. ഓക്കെ, ആൻഡമാൻസിൽ നിന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഹായ്, നമസ്കാരം. കൂട്ടുകാർ പാട്ടിലേക്ക് സ്വാഗതം. നമസ്കാരം. കുശലകുമാരി ചേച്ചി നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖായിരിക്കല്ലേ? അവിടെ എല്ലാവർക്കും സുഖാണല്ലോ? ഇവിടെ എല്ലാവർക്കും സുഖമാണ്. രുചിക്ക് സുഖമാണ്. ഞങ്ങളുടെ ഇവിടെയുള്ള പാനലിൽ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. പറയൂ ചേച്ചി, അവിടെ എന്തുണ്ട് വിശേഷം? അവിടെ എങ്ങനെയുണ്ട് കാലാവസ്ഥയൊക്കെ? ആൻഡമാൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും ഒരു എന്താ പറയുക, മറ്റേ കാലപ്പനിയിലൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഏകദേശം ജസ്റ്റ് ഒരു പേടിയുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്ന് അറിയാം. അങ്ങനെ ചേച്ചി എന്നൊന്ന് പറഞ്ഞേ.
മേടിക്കാനൊന്നല്ല പഴയ അന്നമാനല്ലേ അന്നമാൻ ഗ്രീൻ ആയി. ഓക്കെ, അവിടെ എങ്ങനെയാണ് പോപ്പുലേഷനും ഒക്കെ? പോപ്പുലേഷൻ നല്ല പോപ്പുലേഷൻ നിറയെ ഉണ്ട്, എല്ലാ ഭാഷക്കാരും ഉണ്ട്. ആണല്ലേ? ശരിക്കും ഞങ്ങൾക്ക് ഒരു ദിവസമൊക്കെ അവിടെ വരണമെന്നുണ്ടല്ലേ? മോസ്റ്റ് വെൽക്കം. ശരി ചേച്ചി, ഏത് പാട്ട് വേണം? ഞങ്ങളുടെ കുട്ടിക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും പാടിത്തരാം. ഞാൻ ചോദിക്കുന്നത് ശരരാന്തൽ തിരിതാകും മുകിലിൻ കൊടിയിൽ, അതറിയാവോ? അയ്യോ പാവം, ആ മുഖം കണ്ടെന്ന് ചോദിച്ചേ. എന്തായാലും ആ പാട്ട് അറിയില്ല കേട്ടോ ചേച്ചി. വേറെ പോപ്പുലർ ആയിട്ടുള്ള ഏതെങ്കിലും പാട്ടുണ്ടോ? ഗോപുര മുകളിൽ വാസന്ത ചന്ദ്രൻ, അറിയോ? അതറിയോ? ഏതെങ്കിലും ഒരു പഴയ പാട്ട് പാടിത്തരാം. ഓക്കെ ഓക്കെ, അല്ലെങ്കിൽ ഒരു ഹിന്ദി പാട്ടായാലും മതി. ശരി ശരി, ഇതിലേതെങ്കിലും നമുക്ക് ഒരു പാട്ട് കുശലകുമാരി ചേച്ചിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പാടിക്കെടുക്കണം. ഓക്കെ, അപ്പൊ ചേച്ചി വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. ചേച്ചി 3 പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഹിന്ദി, ഗോപുരം മുകളിൽ, പിന്നെന്താണ് ശരറാന്തൽ അറിയില്ല, നമ്മൾ തീരുമാനിച്ചു. ഗോപുരം മുകളിൽ അറിയാമോ? ജാനകി അമ്മ പാടിയ പാട്ടാണ്. ഇല്ല, കേട്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പം ജാനകി അമ്മയുടെ ഏതെങ്കിലും ഒരു പാട്ട് പാടിയാലോ? തളിരിട്ട കിനാക്കളോ അങ്ങനെ അതുപോലുള്ള ഏതെങ്കിലും ഒരു പാട്ട്. വെരി ഗുഡ്, നല്ല പാട്ടാണ്. ഓക്കെ, അപ്പം വൈകിയ സമയത്താണ് സംഗീതത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, പഠിക്കണമൊക്കെ തോന്നിയതല്ലേ? ശരി, അപ്പോൾ ഇനി എന്തായാലും ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമാണ് കിട്ടിയത്. അപ്പം കുറേ ആളുകളൊക്കെ അറിഞ്ഞു അല്ലേ? അപ്പോൾ ഇനി നമ്മളൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനുശേഷം പാടേണ്ട പാട്ടുകളൊക്കെ നോക്കി വെച്ചോളൂ. ചെറിയൊരു ബ്രേക്ക് കൂടി. കൈ നിറയെ വെണ്ണതര കവിളിലൊരുമ്മ തര కలవసి బాలికవే చురకతుల చూపులున్న మల్లీశ్వరివే. വെൽക്കം ബാക്ക് ദിവ്യ. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു പ്ലാറ്റ്ഫോമാണ് ദിവ്യക്ക് കിട്ടിയത്. അത് മാക്സിമം യൂസ് ചെയ്യുക. ഇനിയും ഇപ്പം ഇതൊക്കെ കേട്ട് ഒരുപാട് പ്രേക്ഷകരൊക്കെ അറിഞ്ഞ് പ്രോഗ്രാമിനൊക്കെ വിളിക്കും. പ്രോഗ്രാമിന് ഏത് പാട്ടാണ് കൂടുതൽ പാടുന്നത്?
സ്റ്റേജിലൊക്കെ പാടി തുടങ്ങിയില്ലേ? ആ. അപ്പോൾ ഏത് പാട്ടുകളാണ് കൂടുതലൊക്കെ പാടുന്നത്? ഏറ്റവും ഇഷ്ടം ഏത് ടൈപ്പ് പാട്ടുകൾ പാടാനാണ്? മെലഡി. മെലഡിയാണോ? അങ്ങനെ ആ കൂട്ടത്തിൽ പാടി ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കേ. ഞാൻ ഇപ്പം ഇവിടെ പാടിയ എത്രയോ ജന്മമായും വരമഞ്ഞളുമാണ് കൂടുതൽ പാടിയതല്ലേ? ശരി. അപ്പോൾ അതേ ഒരു സ്റ്റൈലിലുള്ള വേറെ ഏതെങ്കിലും ഒരു പാട്ട്? എന്തായാലും നമ്മുടെ അവസാന നിമിഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ആലോചിച്ചിരിക്കാൻ സമയമില്ല. ഏത് പാട്ടാണ് അടുത്തത്? ഇപ്പോൾ ചീരപ്പൂവുകൾക്ക്. ഓക്കെ. ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ, ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ, തെന്നലറിയാതെ അണ്ണാര കണ്ണലറിയാതെ വിങ്ങിക്കരയണ കാണാപ്പൂവിൻ്റെ കണ്ണീരൊപ്പാമോ, ഊഞ്ഞാലാട്ടി ഉറക്കാമോ, ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ. ഇനി നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ? ഏത് പാട്ടാണ്? അടുത്ത പാട്ട് ആരോ വിരൽ മീട്ടി. എന്തായാലും ലിസ്റ്റെല്ലാം നല്ല പാട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലിസ്റ്റിലുള്ള. ആരോ വിരൽ മീട്ടി എൻ്റെ ഫേവറേറ്റ് സോങ് ആണ്. പാടിക്കോളൂ. സി. ആരോ വിരൽ നീട്ടി മനസ്സിൻ മൺവീണയിൽ ഏതോ മിഴിനീരിൻ ശ്രുതി മീട്ടുന്നു മോഹം, തളരും തനുവോടെ ഇടറും മൗനമോടെ വിടവാങ്ങുന്ന സന്ധ്യേ, വിരഹാർദ്രയായ സന്ധ്യേ, ഇന്നാരോ വിരൽ മീട്ടി മനസ്സിൻ മൺവീണയിൽ. വെണ്ണിലാവ് പോലും നിനക്കിന്നിരിയും വേനലായി വന്നരാജിമീട്ടും വസന്തം വർഷശോകമായി. നിന്റെ ആർദ്രഹൃദയം തൂവൽ ചില്ലുടഞ്ഞ പടമായി, നിന്റെ ആർദ്രഹൃദയം തൂവൽ ചില്ലുടഞ്ഞ പടമായി. ഇരുളിൽ പറന്നു മുറിവേറ്റു പാടുമൊരു പാവം തൂവൽ കിളിയായി നീ. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് സോങ്ങിലേക്ക് പോയാലോ? നമുക്ക് സമയമില്ല. ശരി, നമുക്ക് പെട്ടെന്ന് ആയിക്കോട്ടെ. ഏത് പാട്ടാണ് വൈൻഡ് അപ്പ് സോങ്? മഞ്ഞു പെയ്യണം. ഓക്കെ, റെഡി. ശ്രുതി. സി. റെഡി. മഞ്ഞു പെയ്യണു മരം കുളിരണു മകരമാസ പെണ്ണെ, വളയിറങ്ങി പുഴയിൽ മുങ്ങിവ, കുഞ്ഞു നെഞ്ചിലെ കുയിലുറങ്ങണ കുളിരു വിൽക്കും കാറ്റേ, കൂവളത്തിലെ കണ്ണു പൊത്താൻ വാ, കണ്ണൻ വന്നെത്തും നേരം കണ്ണിൽ കടലിന്റെ താളം, ഇരവാം പയ്യന്റെ പാലോ മധുര പൂന്തേ നിലാവ്, നിറനിറയണു പതപതയണു കാത്തിരിക്കും നെഞ്ച്, മഞ്ഞു പെയ്യണു മരം കുളിരണു മകരമാസ പെണ്ണെ, മലയിറങ്ങി പുഴയിൽ മുങ്ങിവ, കുഞ്ഞു നെഞ്ചിലെ
കൂട്ടിലെ കുയിലുറങ്ങണ കുളിര് വിൽക്കും കാറ്റേ കൂവളത്തിലെ കണ്ണു പൊത്താൻ എനിവേ നല്ല പാട്ടുകളൊക്കെ പാടി തന്നതിന് താങ്ക് യു. എല്ലാവിധ ഭാവുകങ്ങളും. പുതിയൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. sa 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 sa